ടു ലെജൻസ്. നമ്മുടെ ചുരിദാറിൻ്റെ അടുത്ത വീഡിയോ ആണ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് ഐറ്റം വരുന്നത് ഒറിജിനൽ നമ്മുടെ ക്രേപ്പ് ഫാബ്രിക്, ജോർജറ്റ് ക്രേപ്പ് ഫാബ്രിക്. അതിൽ തന്നെ സെൻറ്റർ പോർഷനിൽ പാനൽ പോലെ ഒറിജിനൽ ചിക്കൻ കാരി വർക്കിൻ്റെ ഡിസൈനും കൂടെ വന്നിരിക്കുന്ന അങ്ങനെ രണ്ട് ഡിസൈനും എല്ലാവരുടെ ഫേവറേറ്റ് രണ്ട് ഡിസൈൻസ് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ് ബാട്ടിക്കിൻ്റെ പ്രിൻറ്റ്. കളേഴ്സൊക്കെ അടിപൊളിയാണ്. ഇത് ഫസ്റ്റ് കളർ തന്നെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്ന ഓറഞ്ച് അല്ല, ഡാർക്ക് ഒരു റെഡിഷ് ഓറഞ്ച് കളറില്ലേ ആ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലോട്ട് ഈ ഒരു ഡിസൈൻ വരും. ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് നമ്മുടെ സൈഡിലുള്ള സെയിം പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ. അത് പ്യുവർ ക്രേപ്പാണ് ഫാബ്രിക്. അപ്പം പ്യുവർ ക്രേപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം. അതുപോലെ നമുക്ക് ഇച്ചിരി കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. സ്ഥിരമായിട്ട് ഇത് മാത്രം ഉപയോഗിക്കുന്നുണ്ട്, കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലായത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല ഐറ്റം കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും നല്ല ലെങ്ത്ത് കൂട്ടിയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ എന്തായാലും ലെങ്ത്ത് കുറയും. അപ്പോൾ അതിനൂടെ ചേർത്തിട്ട് എടുത്ത് ചെയ്തേക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ട് നല്ല ലെങ്തി ആയിട്ട് തന്നെയാണ് നമുക്ക് ദുപ്പട്ടയൊക്കെ കിട്ടിയിരിക്കുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ ഫാബ്രിക് ആട്ടോ, പ്യുവർ സാൻഡൂൺ ആണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് AD 713, റേറ്റ് 2160, 2160. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിലും സെയിം തന്നെ രീതിയിലാണ് ഡിസൈൻ പോയേക്കുന്നത്. സെൻറ്ററിൽ മെയിൻ ഈ ഒരു വർക്ക് കൂടെ വരുന്നുണ്ട്. റേറ്റ് ഉണ്ട്. നമ്മുടെ സാധാരണ ക്രേപ്പ് പോലും ഇപ്പം 1800, 2000 അടുത്ത റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു വർക്കിൻ്റെയും കൂടെ ആ രണ്ട് വർക്കിൻ്റെയും കൂടെ എടുപ്പ് കൂടുതൽ വരുമ്പോഴത്തേനും അതുകൊണ്ടാട്ടോ. എന്നാലും ഭയങ്കര റേറ്റ് ഒന്നും പറയാനില്ല, കാരണം ഈ രണ്ട് വർക്കിൻ്റെ ഒരു എലഗൻറ്റ് ഫീല് കിട്ടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് 2100 എന്ന് പറയുന്നത് ഇതിനൊരു വലിയ പ്രൈസ് റേഞ്ച് അല്ല. ബോട്ടം വരുന്നത് സാൻഡൂൺ ഫാബ്രിക്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഫുൾ ചെറിയ ലേസ് ബോർഡർ മൊത്തത്തിൽ, ക്രോഷഡ് ലേസ് ബോർഡർ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മടക്കി വെച്ചേക്കുന്ന കേട്ടോ. അത്യാവശ്യം നമുക്ക് ടോപ്പിനും ദുപ്പട്ടയ്ക്കും ഒക്കെ ലെങ്ത്ത് കിട്ടും. ഇതിൻ്റെ നമ്പർ വരുന്നത് AD 714, റേറ്റ് 2160. ഇത് നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡാണ് കേട്ടോ. അതായത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മെറൂൺ പോലെ ഫീൽ ചെയ്യും. അത്രയും നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡ്. ബാക്കി വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ കൊടുത്തേക്കുന്ന ആ ഒരു ചിക്കൻ വർക്കിൻ്റെ ഡിസൈൻ ഇല്ലേ, അതും പ്യുവർ ക്രേപ്പിൽ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ മൊത്തം ആ ഒരു ഫാബ്രിക് സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തം തയ്ച്ചിട്ട് കഴിയുമ്പോഴത്തേനും നല്ല വെറൈറ്റി ആയിട്ട്, ക്രേപ്പ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ കുറച്ച് വെറൈറ്റി ഡിസൈനായിട്ട് യൂസ് ചെയ്യാൻ നല്ല ഐറ്റമാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്. നമ്പർ AD 712, റേറ്റ് വരുന്നത് 2160. ഇത് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ക്രേപ്പ് ഫാബ്രിക്കിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കളറായത് കേട്ടോ. സാധാരണ വരുന്ന ആഷ് ബ്ലൂ പോലത്തെ ഷെയ്ഡ്സിനേക്കാളും ക്രേപ്പിലോട്ട് വരുമ്പോഴത്തേനും ഇതിനൊരു വെറൈറ്റി ആയിട്ടുള്ള ലുക്ക് തന്നെയാണ്. നമുക്കൊരു ശരിക്കും കറക്റ്റ് ആഷ് അല്ല, ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു ആഷ് കളറില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറ്. അപ്പോൾ ഇതിൻ്റെ അകത്തും ചിക്കൻ വർക്കിനൊക്കെ നല്ല രസമായിട്ട് നിൽക്കുന്നു കേട്ടോ. ആ ഒരു വർക്ക് കാണാനായിട്ട് ഫുള്ളായിട്ട് പ്യുവർ ക്രേപ്പ് ഫാബ്രിക്കാണ് ചെയ്തേക്കുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ, ദുപ്പട്ട ഈ രീതിയിൽ ബാട്ടിക്കിൻ്റെ പ്രിൻ്റാണ് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത്. നമ്പർ വരുന്നത് AD 715, റേറ്റ് 2160, 2160.